ദീപക്, അങ്ങനെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു. സൈബർ ലിഞ്ചിങ്ങിൻ്റെ കമൻറ്റിൻ്റെയും ഹത്യയുടെ കാര്യമുണ്ട്. ജീവൻ ഹത്യ നടന്നു. ഇവിടെ ഒരാൾ മരിച്ചു. ആ മരിച്ചവർക്ക് പാർട്ടി ബന്ധം വളരെ ക്ലിയറായി പോലീസ് തന്നെ പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാനാണ് എന്ന് വരെ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നു. അതിൻ്റെ മെറ്റീരിയൽ സപ്ലൈ ചെയ്തതിൻ്റെ പേരിൽ, അതിന് പിടിക്കപ്പെട്ട ആളുകളുടെ പേരിൽ അവരുടെ കേസെടുത്ത് അവരുടെ പ്രൊഫൈലും കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയുടെ ചിത്രം വരെ ആ പ്രൊഫൈൽ പിക്ചറാക്കി വെച്ചവർ അതിനകത്തുണ്ട്. എൻ്റെ നാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടോ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ബോംബുണ്ടാക്കിയതെന്ന്? എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കിയതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനാണല്ലോ ഈ പറയുന്ന സ്ഥാനാർത്ഥി. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ പൊളിറ്റിക്കൽ ബന്ധമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇൻഡിവിജ്വലിസ്റ്റിക്കായി വ്യക്തിപരമായി ഈ ക്യാമ്പയിനെയും പ്രചരണത്തെയും ഇലക്ഷനെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ ഇതുവരെ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു പ്രചരണം നടന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യം. പക്ഷെ അതിന് പകരം പറഞ്ഞ എന്താ? ഞാൻ അറിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ചെയ്തതാണ് എന്നുള്ള തരത്തിൽ രേഖാമൂലം പത്രസമ്മേളനത്തിൽ, പരിപാടികളിൽ, പ്രചരണങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ, ചാനൽ ചർച്ചകളിൽ ഇതൊക്കെ നടന്നല്ലോ. ഞാനും ധ്യാൻ ശ്രീനിവാസനും കൂടെ നിൽക്കുന്ന ഒരു ചിത്രത്തിൽ ധ്യാനെ മാറ്റി വേറൊരാളെ കൊണ്ടുവച്ചു. എന്നിട്ട് എനിക്ക് വേണ്ടി ഇവിടെ കൊലയാളി പ്രചരണത്തിനിറങ്ങിയെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. നാദാപുരത്ത് പോലീസ് റിപ്പോർട്ടിൽ ബോംബ് പിന്നെ ആണെന്ന് ഇവിടെ പ്രചരിപ്പിക്കും വന്നു. ഷാഫി പറമ്പിലിൻ്റെ ആളുകൾ ജീപ്പിൽ നിന്ന് ബോംബ് പൊട്ടി പാനൂരിൻ്റെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വ്യാപകമായി സ്റ്റാറ്റസും വീഡിയോയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ഷാഫിക്ക് ഉമ്മയില്ലേന്ന് വരെ പ്രതികരണങ്ങളിൽ പലരും ചോദിച്ചു. അപ്പം ഞാൻ അറിയാത്തൊരു കാര്യത്തിന് ഇത്രയും ഇൻഡിവിജ്വലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചപ്പോൾ, പിന്നീട് ഇമ്മെറ്റീരിയലാണ് താങ്കൾ പറയുമെങ്കിലും ഇമ്മെറ്റീരിയലായ ഒരു സാധനത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഞാൻ നേരിടേണ്ടി വന്നത്. അത് ഇമ്മെറ്റീരിയൽ ആയപ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നാവിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. അതുവരെ ദാറ്റ് വാസ് എ മാറ്റർ ഓഫ് അതൊരു മാറ്റർ ആയിരുന്നു. അപ്പം ഞാനത് അങ്ങനെ ഇതൊരു ഇപ്പോഴും ഞാൻ മറ്റന്നാൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നുകൊണ്ട് പറയുന്നൊരു കാര്യമല്ല. എൻ്റെ കാര്യത്തിലുള്ള സ്റ്റാൻഡ് ക്ലിയറാണ്. ഇനി ആര് സൈബർ അധിക്ഷേപം ഏത് രംഗത്ത് നടത്തിയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ പോലീസിന് ഉത്തരവാദിത്വം കൊണ്ട് എടുത്തോട്ടെ. ഞങ്ങളാരും എന്നെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. ഇതേ ദിവസങ്ങളിൽ തന്നെ ബഹുമാനപ്പെട്ട KK രമ MLA അവർ പത്രസമ്മേളനം നടത്തി. അവർ ഗ്രേസ്ഫുള്ളായിട്ട് പറഞ്ഞതെന്താ? അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയപ്പെടുന്നു, ഉണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു UDF സ്ഥാനാർത്ഥിക്ക് അതിൽ ബന്ധമുണ്ടെന്ന് പറയുന്നത് അസംബന്ധമാണ്. ആ വീഡിയോ 1.5 മിനിറ്റ് വീഡിയോ ഒരു 50 തവണയെങ്കിലും എഡിറ്റ് ചെയ്തു. എന്നിട്ട് അത് പിറ്റേ ദിവസം മുതൽ പ്രചരിപ്പിച്ചു. ഷാഫി പറമ്പിലിൻ്റെ ഗുണ്ടാ സംഘത്തിനെതിരെ KK രമ പത്രസമ്മേളനം നടത്തി. നിങ്ങൾ മാധ്യമം ആടകരയിലെ ഉൾപ്പെടെ നിങ്ങളുടെ സഹപ്രവർത്തകരായ മാധ്യമങ്ങൾ എല്ലാം നേരിട്ട് റിപ്പോർട്ട് ചെയ്തൊരു പത്രസമ്മേളനം, വളരെ ഗ്രേസ്ഫുൾ ആയിട്ടൊരു പ്രസ് കോൺഫറൻസ്. ഈ നാദാപുരത്ത് ബോംബ് പൊട്ടിയതിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ടായി. പ്രിൻ്റ് മീഡിയയിൽ വന്നു വാർത്ത. പ്രിൻ്റ് മീഡിയയിൽ ലീഗ് കേന്ദ്രത്തിൽ ഉഗ്ര സ്ഫോടനം, ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് വ്യാപകമായ അധിക്ഷേപങ്ങളുണ്ടായി. ആരെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? രമ്യ ഹരിദാസിനെതിരെ ഇതേ കാലയളവിൽ ഭീകരമായ കേട്ടാൽ അറക്കുന്ന തെറിവിളികൾ നടന്നതിൻ്റെ കമൻറ്റും സ്ക്രീൻഷോട്ടും പത്രസമ്മേളനത്തിൽ നമുക്കത് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള പല നേതാക്കന്മാരുടെയും മക്കൾ, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളവർ ഹീനമായ പ്രചരണങ്ങൾ നവമാധ്യമങ്ങളിലൂടെ അഴിച്ചുവിട്ടു. പോലീസിൻ്റെ എതിർഭാഗത്തുള്ള കേസ് ഒന്നിൽ, അതും പ്രശസ്തരായ എഴുത്തുകാരുൾപ്പെടെ പറഞ്ഞ് പ്രതികരിക്കേണ്ടി വന്നൊരു സാഹചര്യത്തിൽ ഒന്നിലൊതുങ്ങി. അപ്പോൾ ഇത് വൺ വേ ട്രാഫിക് ആവും. നിങ്ങൾ കണ്ടോ? KK രമ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള സൈബർ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പത്രസമ്മേളനം വിളിച്ചു. പക്ഷേ അവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെയോ രമ്യ ഹരിദാസിനെതിരെ ഇപ്പം വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. എനിക്കിവിടെ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റില്ല, നിങ്ങൾക്കും അത് വായിക്കാൻ പറ്റില്ല. അപ്പം അതിനെതിരെ അതും നടക്കാൻ പാടില്ല എന്നെന്താ ആരും പറയാത്ത? കരുതൽ എന്നുള്ളത് അവനവനോട് മാത്രം തോന്നുന്ന ഒന്നല്ലല്ലോ, മറ്റുള്ളവനോട് അത് തോന്നുമ്പോഴാണ് യഥാർത്ഥ കരുതലാവുള്ളൂ. ഞാൻ ആ വിഷയത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ വികസനം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ചർച്ചയാക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്.
ആരാണ് ചർച്ചയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം എനിക്ക് ഇനി ആ കാര്യത്തിൽ എൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നു. വടകരയിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും അതിനെ സംബന്ധിച്ചുള്ള വസ്തുതകളെല്ലാം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അറിഞ്ഞുകൊണ്ട് ചെയ്യുകയില്ല, ചെയ്യിപ്പിക്കുകയില്ല. അത് 26-ാം തീയതിയിലെ ഇലക്ഷന് വേണ്ടി മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള പൊതുജീവിതത്തിലും ഇക്കാര്യത്തിലുള്ള സ്റ്റാൻഡ് അതുതന്നെയാണ്. 13 വർഷം അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ട് അൺപാർലമെൻ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഇതുവരെ നീക്കം ചെയ്യപ്പെടേണ്ട ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അസംബ്ലിയിൽ പറഞ്ഞൊരു വാചകത്തെ സംബന്ധിച്ചോ പത്രസമ്മേളനത്തെ സംബന്ധിച്ചോ എൻ്റെ പ്രസംഗങ്ങളെ സംബന്ധിച്ചോ ഒരു ഖേദം രേഖപ്പെടുത്തേണ്ട സാഹചര്യം പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.